നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടന്നു വരുന്ന പല കാര്യങ്ങളും വളരെയേറെ അതിശയോക്തിയുള്ളതും പേടിപ്പെടുത്തുന്നതുമാണ്. കാരണം നാം കണ്ടു, പട്ടാപ്പകൽ ഒരാൾ അമ്മയെയും മകനെയും കൊത്തി നുറുക്കിക്കൊല്ലുന്നത്. നാട്ടുകാർ മുഴുവൻ ചെന്നിട്ട് ഈ വ്യക്തി ഞങ്ങൾക്ക് ജീവഭയം ഉണ്ടാക്കുന്നുവെന്നും ഞങ്ങളെ കൊല്ലും എന്ന് വരെ പറഞ്ഞിട്ടും നടപടിയെടുക്കാതിരുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അവസാനം അതേ നാട്ടുകാരെ വിളിച്ചുകൊണ്ടുപോയി അയാളെ തിരയേണ്ടി വരുന്ന ഗതികേടിലുമെത്തി എന്നുള്ളതാണ് സത്യം. മറ്റൊരു ക്രിമിനൽ കേസിലെ പ്രതി തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് 3 പേരെ വെട്ടിയും തല്ലിയും കൊന്നു. പറഞ്ഞു വന്നത്, കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും ഏതവസരത്തിലും എവിടെയും എപ്പോഴും അക്രമങ്ങൾ ഉണ്ടാകാം, കൊലപാതകങ്ങൾ ഉണ്ടാകാം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അപരിചിതനായ ഒരാളിനെ കാണുമ്പോൾ തന്നെ, അതിൽ പരിചിതനായ ഒരാളിനോട് 1 മിനിറ്റിൽ കൂടി സംസാരിക്കുമ്പോൾ അടുത്തുനിന്ന് സംസാരിക്കാൻ പോലും ജനങ്ങൾക്ക് പേടിയാണ്. ഇന്ന് ഞാനൊരു പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിക്കും ചെന്ന സമയത്ത് പെട്രോൾ അടിച്ചിരുന്ന ചിരപരിചിതനായ എല്ലാ ദിവസവും അദ്ദേഹത്തെ കാണുന്നതാണ്. പറഞ്ഞു, ഭയങ്കര പേടിയാണ് സർ 6 മണിക്ക് ശേഷം പമ്പിൽ നിൽക്കാനെന്ന്. പകല് പോലും അങ്ങനത്തെ അവസ്ഥയാണ്. 3-4 പിള്ളേർ ചെത്ത് വേഷത്തിൽ വന്നിട്ട് അവരുടെ പെട്രോളിന് 50 രൂപയ്ക്കാണോ 100 രൂപയ്ക്കാണോ എടുത്തു ചോദിക്കാൻ പോലും പേടിയാണെന്നാണ് ഒരു 65 വയസ്സുള്ള ആൾ എന്നോട് പറഞ്ഞത്. ഇന്നലെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണെന്ന് തോന്നുന്നു, അഡീഷണൽ എസ് ഐ ശ്യാം പ്രസാദ് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് കാരിത്താസ് ഹോട്ടലിൻ്റെ അടുത്ത് വെച്ച് ഒരു പെട്ടിക്കടയിൽ വൈകിട്ടത്തെ ജോലിയുടെ ക്ഷീണത്തിൽ ഒരു ആഹാരം കഴിച്ചിട്ട് പോകാൻ വേണ്ടി, ഒരു കാപ്പി കുടിച്ചിട്ട് പോകാൻ വേണ്ടി കയറി. ഈ സമയം ജിബിൻ എന്നു പേരുള്ള അവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണ്ട അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കടയുടമ ഇദ്ദേഹത്തെ കണ്ട ഉടനെ പറഞ്ഞു, അദ്ദേഹം എസ് ഐ ആണ്, നീ മിണ്ടായിരട, നീ പ്രശ്നം ഉണ്ടാക്കിയിരക്കട ജിബിനെ എന്ന് പറഞ്ഞു തീർന്നതും ജിബിൻ്റെ ആദ്യത്തെ ചവിട്ട് ഈ പറഞ്ഞ ശ്യാം പ്രസാദിൻ്റെ നെഞ്ചിലായിരുന്നു. അദ്ദേഹത്തെ മറിച്ചിട്ട് നെഞ്ചിലും പുറത്തുമായി നിരവധി സമയം ചവിട്ടി. പെട്രോളിങ്ങിന് വന്ന പോലീസുകാർ അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ വഴിമധ്യേ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് 3 കുട്ടികളുടെ അച്ഛനായ ആ മനുഷ്യൻ വിട പറഞ്ഞു എന്നുള്ളതാണ് സത്യം. മരണാനന്തര ചടങ്ങുകൾക്ക് പോലീസിൻ്റെ സല്യൂട്ടും മേലുദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവർ അനുശോചനവും അവരുടെ ട്രേഡ് യൂണിയൻ്റെ, അതായത് പോലീസ് അസോസിയേഷൻ്റെ ആദരാഞ്ജലികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. 3 കുട്ടികളെ അനാഥരാക്കിയതിൻ്റെ മുഖ്യ കാരണക്കാർ കേരളത്തിലെ പോലീസിലെ ചില വ്യക്തികൾ തന്നെയാണ്. എസ് ഐ തൊട്ട് മേപ്പോട്ടുള്ളവർ ഒരുപക്ഷെ അവർക്ക് പോലും സുരക്ഷിതത്വമില്ല, അല്ലെ എസ് എച്ച് ഒ തൊട്ട് മേപ്പോട്ടുള്ളവർ സുരക്ഷിതരായിരിക്കുന്നു എന്ന് നമുക്ക് കരുതാം. ബാക്കിയുള്ളവരാണ് ആൾക്കാരുമായി ഡീൽ ചെയ്യുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഭരിക്കുന്നത് ആരൊക്കെയോ എവിടേക്കോ എന്നുള്ളതാണ് സത്യം. പണ്ട് പെട്ടിഹരിയെന്നോ ഓലഹരിയെന്നോ ഒക്കെ പറഞ്ഞ 1-2 ഗുണ്ടകൾ മാത്രമേ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പോലീസുകാരുടെ ലിസ്റ്റിൽ പോലും എത്രമാത്രം ഗുണ്ടകൾ ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റില്ല. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന, അല്ലെ ഏറ്റവും അങ്ങേയറ്റം കിടക്കുന്ന ഒരു പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത, വർഷങ്ങൾക്ക് മുമ്പ് കുറേ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത, പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത തെങ്ങമ എന്ന സ്ഥലത്ത് പോലും പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളതാണ് സത്യം. അതും ഗുണ്ടകളാണ് ചെയ്തത്. ഏത് സമയം എപ്പോഴും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ള സത്യം. റോഡിൽ കൊടുക്കുമ്പോൾ വണ്ടിക്ക് സൈഡ് കൊടുക്കാതിരുന്നാൽ, അല്ലെ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാതിരുന്നാൽ, ഹോൺ അടിച്ച ഉടനെ വണ്ടി മാറ്റാതിരുന്നാൽ, അല്ലെ ഒന്ന് ഹോൺ അടിച്ചാൽ, അതൊക്കെ തന്നെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചതിൻ്റെ മൂലകാരണമാണ്. 1, 2, 3 ആഭ്യന്തരമന്ത്രിമാർ കേരളത്തിലുള്ളപ്പോൾ അവരെ കാണാൻ പല സമയങ്ങളിലും പല ആവശ്യങ്ങൾക്കുമായി എൻ്റേതല്ലാത്ത കാരണങ്ങൾ കൂടി ഞാൻ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അസോസിയേഷൻ്റെ ആൾക്കാരും സാധാരണ പോലീസ് കോൺസ്റ്റബിൾമാർ വരെ മുഖ്യമന്ത്രിയുടെ അടുത്ത്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുത്തുണ്ടായിരുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണുവാൻ പോലീസ് അസോസിയേഷൻ്റെ പ്രതിനിധികൾക്ക് പോലും ഇന്ന് കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ടത്. അവർ പോലും കൊട്ടിയടയ്ക്കപ്പെട്ട് അകലെ മാറ്റി നിർത്തിയിരിക്കുകയാണ്.
പോലീസിന്റെ നിയന്ത്രണം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാത്ത അവസ്ഥയാണ്. ആരൊക്കെ എവിടെ നിന്നൊക്കെ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുള്ളത് കൊണ്ടാണ് ഇന്ന് ശ്യാം പ്രസാദ് എന്ന് പറയുന്ന ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ പോലീസുകാരന് തന്റെ ജീവൻ വെടിയേണ്ടി വന്നതെന്ന സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ കള്ളന്മാരെയും കൊള്ളക്കാരെയും തെമ്മാടികളെയും ഗുണ്ടകളെയും കൊലപാതകികളെയും പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന കേരള പോലീസിന്റെ ഒരംഗത്തിന് പോലും ഗുണ്ടകളിൽ നിന്ന് രക്ഷയില്ല എങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്താണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. മണലുകാരൻ്റെ നിന്നും കള്ളുകച്ചവടക്കാരൻ്റെ നിന്നും മറ്റു മാഫിയക്കാരൻ്റെ നിന്നും ബ്ലേഡുകാരൻ്റെ നിന്നും ഒക്കെ തന്നെ പണം പറ്റുന്ന അവരിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ട് അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ ഭരിപ്പിക്കുന്ന ചിലരും, മീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് പൈസ കൊടുക്കാതെ അവയൊക്കെ മേടിക്കുന്ന ചില ഏമാന്മാരും 1-2% ആൾക്കാരുമാണ് കേരള പോലീസിലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തങ്ങളോടൊപ്പം പോലും ജോലി ചെയ്യുന്നവരുടെ ജീവന് പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ കേരളത്തിലെ ഗുണ്ടകളുടെ വിളയാട്ടത്തിന് കാവൽക്കാരായി നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഈ അവസ്ഥ ഈ പറഞ്ഞ ഇന്നൊരു പോലീസുകാരന് നാളെ അദ്ദേഹത്തിന്റെ വീട്ടിലെ മറ്റൊരാൾക്ക് ഇതിങ്ങനെ ചെയിൻ പോലെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗുണ്ടകളെയെല്ലാം പിടിച്ച് ജയിലിലിട്ടിട്ട് സുഖകരമായ ആഹാരവും കൊടുത്ത് തീറ്റിപ്പോറ്റി വക്കീലിനെ വെച്ച് കൊടുത്ത് പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് ഗുണ്ടകളുടെ ഫോൺ നമ്പർ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ട് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പോലീസിനെതിരെയുള്ള ആക്ഷേപങ്ങൾ പോലീസ് തന്നെ അന്വേഷിക്കാതെ വേറൊരു ഏജൻസി അന്വേഷിക്കുമ്പോൾ മാത്രമേ അതിന്റെ സത്യം പുറത്തു വരികയുള്ളൂ. അങ്ങനെയല്ല നമ്മുടെ സിസ്റ്റം എന്നുള്ളതാണ് സത്യം. 1000-ലോ 10,000-ലോ ഒരു പോലീസുകാരനായിരിക്കും ഈ ഗുണ്ടകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഗുണ്ടകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ സർവീസിൽ നിന്ന് മാറ്റണം. മാങ്ങ മോഷ്ടിച്ചവനെ സർവീസിൽ നിന്ന് മാറ്റിയതുപോലെ, ക്രിമിനൽ കേസിൽ പ്രതിയാവുന്നവനെ മാറ്റുന്ന പോലെ, മണൽ മാഫിയയുടെ പേരിൽ മണൽ മാഫിയയുടെ ഈ ബന്ധമുള്ളവരെ മാറ്റുന്ന പോലെയൊക്കെ ചെയ്യണം. പത്തനംതിട്ട ജില്ലയിലെ മറ്റൊരു പോലീസുകാരൻ 10-20 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ വീട്ടിലേക്ക് മണൽ കൊണ്ടുവരാൻ വേണ്ടി പാവം പിടിച്ച 2 മണൽ ലോറിക്കാരോട് പറഞ്ഞ് മണൽ കൊണ്ടു കൊടുക്കാൻ, വീട് പണിക്ക് മണൽ കൊണ്ടു കൊടുത്തു. അവൻ പറഞ്ഞു, സാറേ പൈസ ഇല്ല, ഇവിടെ കല്ലടയാറ്റിൽ നിന്ന് മണൽ വരുന്നവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ പോലീസുകാരൻ ചെയ്തത്, ആ മണൽ വണ്ടിക്കാരൻ അയാളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ പേരിൽ കേസ് കൊടുക്കുകയത്. ഇങ്ങനത്തുള്ള പോലീസുകാർ നമ്മുടെ സേനയിലുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം സൂചിപ്പിച്ചാണ്. എന്തായിരുന്നാലും ശ്യാം പ്രസാദ് എന്ന് പറയുന്ന ആ പിതാവിനെ കൊന്നത് നമ്മുടെ സിസ്റ്റമാണ്. അതിനിവിടുത്തെ രാഷ്ട്രീയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള പങ്കിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റില്ല. നേരിട്ട് കൊലപാതകം നടത്തി എന്നല്ല ഞാൻ പറഞ്ഞത്. കുറേ ദിവസങ്ങളായി നടന്ന എല്ലാ കൊലപാതക പരമ്പരകൾക്കും 3-4 പേരെ വെട്ടിക്കൊല്ലുന്നവനും 2 പേരെ കൊല്ലുന്നവനും ഇവനെയൊക്കെ നമ്മൾ ആശ്ലേഷിച്ചു കൊണ്ടുവിടുന്നതിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ്. കാപ്പ കേസിൽ പ്രതിയാക്കുന്നവനെ നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റൊരു ജില്ലയിലേക്കാണ് വിടുന്നത്. അവന് ആ ജില്ലയിലും ബന്ധങ്ങളുണ്ടെന്നുള്ളതാണ്. അവനെ പിടിച്ച് ജയിലിലേക്ക് ഇടുക, അവർക്ക് വേണ്ടി മറ്റൊരു ജയിലുണ്ടാക്കും. ഇഷ്ടംപോലെ കിടക്കുമല്ലേ, അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്. എന്തായിരുന്നാലും ഇനിയെങ്കിലും പോലീസിലെ ഇത്തരം ആൾക്കാരെ സഹായിക്കുന്നവർ ശ്രദ്ധിച്ച് സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും ഈ ഗതി ഉണ്ടാകാം എന്നേ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ പോലും, നിങ്ങളിടുന്ന കാക്കയെ പോലും പോലീസ് എന്ന പേര് കാണുമ്പോഴുള്ള ഭയമുണ്ടല്ലോ, അതില്ലാതായാൽ ഇവിടെ പിന്നെ എന്തും നടമാടും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിമിനൽ കേസിൽ പ്രതിയായി ഏതെങ്കിലും കേസിൽ ഇത്തരം കേസുകൾ പ്രതിയായി അകത്തു വന്ന ഗുണ്ടകൾക്കറിയാം ഇത്രയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. സ്റ്റേഷനിൽ ചെന്നാൽ തന്നെ ഇടിക്കത്തില്ലെന്നവനറിയാം. ഇടിക്കാത്തതിന്റെ കാരണം എന്താ? ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടിച്ച പോലീസുകാരനെ നോക്കി വെച്ച് അവനെ ഇടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പോലീസുകാർ ഇടിക്കാത്തത്. ഇവരെയൊക്കെ കൈകാര്യം ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം. പല കഥകളും പണ്ട് കേട്ടിട്ടുണ്ട്. ആ കഥകളൊക്കെ സത്യമായിരുന്നു, അങ്ങനെ ആകണമായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തായിരുന്നാലും പോലീസിനെ തല്ലുന്ന ഈ രീതിയിൽ ഗുണ്ടകളെ വളർത്തിയാൽ നാളെ അവരെ വളർത്തുന്നവരുടെ നേരെ അവൻ വിരൽ ചൂണ്ടും. ഇന്ന് ശ്യാം പ്രസാദിന്റെ നെഞ്ചത്ത് ചവിട്ടി അതേ കാൽ മറ്റൊരു ഗുണ്ട ഇവരെ വളർത്തുവാൻ സഹായിക്കുന്നവരുടെ നെഞ്ചിൽ ചവിട്ടുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.